നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ഒരു ടാക്സ് അടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് പിങ്ക് ടാക്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരേ കമ്പനി, ഒരേ ക്വാളിറ്റി, ഒരേ ഉപയോഗം, പക്ഷെ വിലയിൽ മാത്രം വ്യത്യാസം. എന്തിന്? പാക്കറ്റിന്റെ നിറം പിങ്ക് ആയത് കൊണ്ടാണോ, അതോ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണോ? പിങ്ക് ടാക്സ് എന്ന് കേൾക്കുമ്പോൾ ഇതൊരു ഗവൺമെന്റ് ബേസ്ഡ് ടാക്സ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് GST പോലൊരു നികുതിയല്ല. സ്ത്രീകൾക്ക് മാത്രം ഈടാക്കുന്ന ഒരു ജെൻഡർ ബേസ്ഡ് പ്രൈസിംഗ് ആണിത്. സ്ട്രിങ് ഇറ്റ് ആൻഡ് പിങ്ക് ഇറ്റ് എന്നാണ് മാർക്കറ്റിംഗ് ലോകത്ത് ഇതിനെ കളിയാക്കി വിളിക്കുന്നത്. അതായത് സാധനത്തിന്റെ വലിപ്പം കുറയ്ക്കുക, പിങ്ക് കളർ അടിക്കുക, വില കൂട്ടുക. ഇത് വെറും ഒരു ആരോപണമല്ല, പഠനങ്ങൾ തെളിയിക്കുന്നതാണ്. പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളിൽ സ്ത്രീകൾ 13% വില നൽകേണ്ടി വരുന്നു. അതിപ്പോ കുട്ടികളുടെ ടോയ്സിലാണെങ്കിൽ പോലും. നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, 10-20 രൂപയല്ലേ? ഒരു സ്ത്രീ ഇത്തരത്തിൽ അധികമായി കൊടുക്കുന്ന തുക കണക്കാക്കിയാൽ ലക്ഷങ്ങളോളം വരും. പിങ്ക് ടാക്സ് നിർത്തലാക്കാൻ ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മുടെ പണം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അടുത്ത തവണ പിങ്ക് പാക്കറ്റ് കാണുന്ന സമയത്ത് വില കൂടി നോക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും പിങ്ക് ടാക്സിന് ഇരയായിട്ടുണ്ടോ? കമന്റ് ബിലോ.